ഹലോ. അങ്ങനെ ഏറെ സന്തോഷത്തോടെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് എത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കിലും അതിന്റെ ഒരുക്കത്തിലൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജെ ഫോർ ജേനയുടെ എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഖത്തറിലെ റിലീജിയസ് കോംപ്ലക്സിന്റെ അകത്ത് വിവിധ ചർച്ചുകാർ ഒരുക്കിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പുൽക്കൂടുകളും അതുപോലെ തന്നെ ക്രിസ്മസ് ഡെക്കോറൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ജെ ഫോർ ജേനിയുടെ എല്ലാ കൂട്ടുകാരെയും ഈ കുഞ്ഞ് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ക്രിസ്മസിന്റെ ഓർമ്മകളാണ് കേട്ടോ. ഡിസംബർ ആയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബായിരിക്കും. അതിപ്പോ വീടുകളിലായാലും ഷോപ്പുകളിലായാലും സ്റ്റാറുകൾ കൊണ്ടായാലും ക്രിസ്മസ് ഡെക്കോർ കൊണ്ടായാലും ഫുള്ളായിരിക്കും. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ക്രിസ്മസ് ആയ ഒരു ഫീലാണ്. പിന്നെ ക്രിസ്മസ് ആവുന്ന സമയത്ത് നമ്മൾ ഈ പുൽക്കൂട് ഒരുക്കലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യലൊക്കെ ഒരു പ്രത്യേക ഒരു സുഖമുള്ള ഓർമ്മകളാണല്ലേ. എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. ഒരിക്കലും മുടക്കം വരാതെ നമ്മൾ മാക്സിമം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. ഭയങ്കര സന്തോഷമുള്ള ഒരുപാട് നല്ല ഓർമ്മകളാണ് ട്ടോ ക്രിസ്മസ് എപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം ക്രിസ്മസ് കേക്കിനെ കുറിച്ചാണ്. നമ്മൾ കേക്കുകൾ നമ്മുടെ റിലേറ്റീവ്സിന്റെയും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഫ്രണ്ട്സ് നമുക്ക് കേക്ക് കൊണ്ടുവന്ന് തരും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് കാലത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യലും ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് ഒക്കെ. അപ്പൊ അത് ഇപ്പോഴും നമ്മൾ വലുതായിട്ടായാലും എപ്പോഴൊക്കെ നമുക്ക് അതിന് അവസരം കിട്ടുന്നോ നമ്മുടെ ചെറിയ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ക്രിസ്മസ് ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ കമന്റ്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ക്രിസ്മസ് ഡേയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.